സൂചകാക്ഷരങ്ങൾ വരച്ച് എ ബി സി എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള അകലം കാണുക. 2024 പബ്ലിക്കിന് ചോദിച്ച ഒരു SSLC പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ ബി സി അടയാളപ്പെടുത്തുന്നതിന് ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും കൃത്യമായി തിരശ്ചീനമായും ലംബമായും വരച്ച് ഒരു കൃത്യമായ അകലം വിട്ട് വലത്തോട്ട് പോസിറ്റീവ്, മുകളിലോട്ട് പോസിറ്റീവ്, ഇടത്തോട്ടും താഴോട്ടും നെഗറ്റീവ് എന്ന രീതിയിൽ അടയാളപ്പെടുത്തണം. ഇനി A00 അടയാളപ്പെടുത്തുന്നതിന് എക്സ് സൂചക സംഖ്യയും വൈ സൂചക സംഖ്യയും 0 ആവുന്നത് ഈ ഒറിജിൻ ആണ്. അതായത് ഇതാണ് എ എന്ന പോയിന്റ്, A00. നെക്സ്റ്റ് B23 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 യൂണിറ്റ് വലത്തോട്ട് നീങ്ങി എക്സ് ആക്സിസിലൂടെ പോസിറ്റീവ് 2, ഇതിൽ നിന്ന് 3 യൂണിറ്റ് ഹൈറ്റ് വരണം എന്നാണ്. അതായത് 3 യൂണിറ്റ് നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക. 3 യൂണിറ്റ് ഹൈറ്റ്. എങ്ങനെയാണ് 3 യൂണിറ്റ് ഹൈറ്റ് എത്തിയെന്ന് കൃത്യമായി പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായി വരച്ചു നോക്കുക. ഇവിടെ 3 യൂണിറ്റ് ലംബം എത്തിയോ എന്നറിയാൻ ഇതിൽ നിന്നോ ഇവിടെ ക്രോസ് ചെയ്ത് വരച്ചാൽ മതി. എങ്കിൽ ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് B23. അതായത് എക്സ് ആക്സിസിൽ 2, വൈ 3 ഉയരത്തിലാണ്. ഇത് 3 യൂണിറ്റ് ആണ് ഉയരം. ക്ലിയർ? ഇനി C40 അടയാളപ്പെടുത്താൻ പറയുന്നത്. സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 4 യൂണിറ്റ് നീങ്ങി 0, വൈ 0, അതായത് വൈ അക്ഷത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെയാണ് ആ പോയിന്റ് C40. ക്ലിയർ? ഇനി ABC യോജിപ്പിക്കുക, ത്രികോണം വരയ്ക്കുക. ABC യോജിപ്പിച്ച് ബിയിൽ നിന്ന് ത്രികോണം വരയ്ക്കാനുള്ള ചോദ്യമാണെങ്കിൽ ഇത് യോജിപ്പിച്ച് ത്രികോണം ABC വരയ്ക്കാൻ സാധിക്കും. ഇനി ബിയിൽ നിന്ന് AC-യിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഇതിന്റെ വൈ സൂചക സംഖ്യയാണ് അകലം, അല്ലെ? ഉയരം. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്, അതായത് എക്സ് ആക്സിസിൽ നിന്ന് ബിയിലേക്കുള്ള ഉയരം, അകലം എന്ന് പറയുന്നത് ഇതിന്റെ 3 യൂണിറ്റ് ആണ്. ഇത് 3 യൂണിറ്റ് എന്നും എഴുതി വെക്കണം.